സയൻസിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ലൈവിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 1. നെയിം ദ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ബൈ നേക്കഡ് ഐ. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളെ വിളിക്കുന്ന പേരെന്ത്? പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോസ്കോപ്പ്, മൈക്രോ ഓർഗാനിസംസ്. ആൻസർ മൈക്രോ ഓർഗാനിസം. Second question. Microorganism which cannot be seen by naked eye can be seen through. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളെ ഏത് ഉപകരണം ഉപയോഗിച്ചാണ് കാണാൻ കഴിയുക? മൈക്രോസ്കോപ്പ്, ലെൻസ്, മിറർ, ഐസ്. ആൻസർ മൈക്രോസ്കോപ്പ്. സൂക്ഷ്മജീവികളെ കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ. ഓർഗാനിസം പ്രസന്റ് ഇൻ ഹാവ് വാട്ടർ. വൈക്കോൽ മുഖ്യ വെള്ളത്തിൽ കാണപ്പെടുന്ന സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം, യൂഗ്ലീന, ഓൾ ഓഫ് ദി എബോവ്. അമീബ, പാരമീസിയം, യൂഗ്ലീന ഈ സൂക്ഷ്മജീവികളൊക്കെ ഹേ വാട്ടറിൽ കാണാൻ പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ദ പിക്ചർ. ഓപ്ഷൻസ് അമീബ, പാരമീസിയം, യൂഗ്ലീന, വൈറസ്. താഴെ കാണുന്ന ചിത്രം ഏത് സൂക്ഷ്മജീവിയുടേതാണെന്ന് തിരിച്ചറിയുക. ആൻസർ അമീബ. ഇത് അമീബയുടെ ചിത്രമാണ്. ഐഡൻറ്റിഫൈ ദ പിക്ചർ. അമീബ, പാരമീസിയം, യൂഗ്ലീന. ഈ ചിത്രം ഏത് സൂക്ഷ്മജീവിയുടേതാണ്? ഈ ചിത്രം പാരമീസിയത്തിൻ്റെതാണ്. ഐഡൻറ്റിഫൈ ദ പിക്ചർ. അമീബ, പാരമീസിയം, യൂഗ്ലീന. ഈ ചിത്രം ഏത് സൂക്ഷ്മജീവിയുടേതാണ്? ഇത് യൂഗ്ലീനയുടേതാണ്. ഓർഗാനിസംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ്, സെൽ, ഫൈബേഴ്സ്, നൺ ഓഫ് ദി അബോവ്. സൂക്ഷ്മജീവികൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സെൽ. സൂക്ഷ്മജീവികൾ മാത്രമല്ല, ഭൂമിയിലെ എല്ലാ ജീവികളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണ്. ഹൗ മെനി സെൽസ് പ്രസൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ട്? 100, 1000, 10,000, മില്യൺ. ആൻസർ മില്യൺ. മനുഷ്യ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ദ സ്മോൾ യൂണിറ്റ് ഓഫ് ദ ബോഡി ഈസ് കോൾഡ്. ഓപ്ഷൻസ് ടിഷ്യൂ, ഓർഗാനിസംസ്, സെൽ, നൺ ഓഫ് ദി എബോവ്. എല്ലാ ജീവശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എന്താണ്? ചെറിയ ചെറിയ യൂണിറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഈ ചെറിയ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൽ അഥവാ കോശങ്ങൾ. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. Organisms with only one cell is called unicellular, multicellular, none of the above. കളുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ കോശങ്ങൾ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കോശം മാത്രമുള്ള ജീവികളെ വിളിക്കുന്ന പേരാണ് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. ഫ്രം ദ ഫോളോയിങ് പിക്ക് ഔട്ട് ഓഡ് വൺ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ വ്യത്യസ്തമായ ഒന്നുണ്ട്. അതിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ഓപ്ഷൻ? പ്ലാന്റ്സ്, അമീബ, പാരമീസിയം, യൂഗ്ലീന. ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം അമീബ, പാരമീസിയം, യൂഗ്ലീനയൊക്കെ എന്താണ്? യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ്. ഓൺലി വൺ സെൽ. ദ ഓർഗാനിസംസ് വിത്ത് മോർ ദാൻ വൺ സെൽ ഇൻ ദെയർ ബോഡി ആർ കോൾഡ്. ഓപ്ഷൻസ് യൂണിസെല്ലുലാർ ഓർഗാനിസം, മൾട്ടിസെല്ലുലാർ ഓർഗാനിസം, മൈക്രോസ്കോപ്പ്, നൺ ഓഫ് ദി എബോവ്. ശരീരത്തിൽ ഒന്നിലധികം കോശങ്ങളുള്ള ജീവികളെ എന്താണ് വിളിക്കുക എന്ന്? ഓക്കെ, ആൻസർ എന്താണ്? മൾട്ടി സെല്ലുലാർ ഓർഗാനിസം അഥവാ ബഹുകോശ ജീവികൾ. ജന്തുക്കളും സസ്യങ്ങളും ഒക്കെ ബഹുകോശ ജീവികൾക്ക് ഉദാഹരണമാണ്. പിക്ക് ഔട്ട് ദ ഓഡ് വൺ. വ്യത്യസ്തമായതിനെ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. അമീബ, പാരമീസിയം, യൂഗ്ലീന, പ്ലാന്റ്സ്. ഓക്കെ, അമീബ, പാരമീസിയം, യൂഗ്ലീന എന്നിവയൊക്കെ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ആണ്. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. ആൻസർ പ്ലാന്റ്സ്. അടുത്ത ചോദ്യം നോക്കാം. ഹൂ ഡിസ്കവേർഡ് സെൽ. ആരാണ് കോശം കണ്ടുപിടിച്ചത്? ഓപ്ഷൻസ് റോബർട്ട് ഹൂക്ക്, തിയോഡർ ഷാൻ, എം.ജെ. സ്ലീഡൻ, ഐസക് ന്യൂട്ടൺ. റോബർട്ട് ഹൂക്കാണ് സെൽ കണ്ടുപിടിച്ചത്. സെൽ കണ്ടുപിടിച്ച ആരാണ്? റോബർട്ട് ഹൂക്ക്. അടുത്ത ചോദ്യം നോക്കാം. മൈക്രോഗ്രാഫിയ ഈസ് എ ഫേമസ് ബുക്ക് റിട്ടൺ ബൈ. മൈക്രോഗ്രാഫിയ എന്നത് ഒരു പ്രശസ്തമായ ബുക്കാണ്. അത് ആരാണ് എഴുതിയത് എന്നാണ് ചോദ്യം. റോബർട്ട് ഹൂക്ക്, എം.ജെ. സ്ലീഡൻ, തിയോഡർ ഷാൻ, നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ റോബർട്ട് ഹൂക്കാണ്. കോശം കണ്ടുപിടിച്ച റോബർട്ട് ഹൂക്കാണ് മൈക്രോഗ്രാഫിയ എന്ന പ്രശസ്തമായ ബുക്ക് എഴുതിയത്. ഹൂ ഡിസ്കവേർഡ് ദാറ്റ് ദ ബോഡി ഓഫ് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻസ് റോബർട്ട് ഹൂക്ക്, എം.ജെ. സ്ലീഡൻ, തിയോഡർ ഷാൻ, ഐൻസ്റ്റൈൻ. ആൻസർ തിയോഡർ ഷാൻ. അടുത്ത ചോദ്യം. ഹൂ ഡിസ്കവേർഡ് ദാറ്റ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. സസ്യങ്ങളുടെ ശരീരം കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം. ആരാണ്? എം.ജെ. സ്ലീഡൻ.
Is there any difference in the size of the cheek cell of the child and the adult? കുട്ടിയുടെയും മുതിർന്ന ആളുകളുടെയും കവിളിലെ കോശങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ? യെസ് ഓർ നോ? വ്യത്യാസമില്ല. വലിപ്പത്തിൽ വ്യത്യാസമില്ല. ഒരു മുതിർന്ന ആളുടെയും ഒരു ചെറിയ കുട്ടിയുടെയും കോശങ്ങളുടെ വലിപ്പത്തിൽ വ്യത്യാസമില്ല. മറിച്ച് അവയുടെ എണ്ണത്തിലാണ് വ്യത്യാസം. അടുത്ത ചോദ്യം നോക്കാം. How does the body grow without bringing any change in the size of the cell? കോശങ്ങളുടെ വലിപ്പം വ്യത്യാസപ്പെടാതെ എങ്ങനെയാണ് ഒരാളുടെ ശരീരം വലുതാവുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ, സൈസ് ഓഫ് ദ സെൽ ഇൻക്രീസസ്. സെല്ലിന്റെ വലിപ്പം വർദ്ധിക്കുന്നു. സെക്കൻഡ് ഓപ്ഷൻ, നമ്പർ ഓഫ് ദ സെൽ ഇൻക്രീസസ്. സെല്ലിന്റെ എണ്ണം വർദ്ധിക്കുന്നു. തേർഡ് ഓപ്ഷൻ, നൺ ഓഫ് ദി അബവ്. ഇതൊന്നുമല്ല. ഇത് കറക്റ്റ് ആൻസർ എന്താണ്? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു, നമ്പർ ഓഫ് ദ സെൽ ഇൻക്രീസസ്. കോശങ്ങളുടെ വലിപ്പമല്ല, അവയുടെ എണ്ണമാണ് വർദ്ധിക്കുന്നത്. ഒരു മനുഷ്യൻ വലുതാവുന്നതിനനുസരിച്ച് കോശങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. ദ നമ്പർ ഓഫ് സെൽ ഇൻക്രീസസ്. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ഈസ് ദ ഷേപ്പ് ഓഫ് ഓൾ ദ സെൽസ് ഇൻ ഹ്യൂമൻ ബോഡി ദ സെയിം ആസ് ദാറ്റ് ഓഫ് ചിക്ക് സെൽ? കവിൾ കോശങ്ങളുടെ പോലെ തന്നെയാണോ ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും ഒരുപോലെ തന്നെയാണോ എന്നാണ് ചോദ്യം. ഓപ്ഷൻ, സെയിം, നോട്ട് സെയിം, നൺ ഓഫ് ദി എബോവ്. ഒരുപോലെയാണോ? അല്ല. മനുഷ്യ ശരീരത്തിലെ എല്ലാ കോശങ്ങളും വ്യത്യസ്തങ്ങളാണ്. അതിൻ്റെ ഘടനയിൽ വ്യത്യാസമാണ്, ഷേപ്പിൽ വ്യത്യാസമാണ്, സൈസിൽ വ്യത്യാസമാണ്. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസ് ഇൻ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്. ബഹുകോശ ജീവികൾ, മനുഷ്യനെ പോലെയുള്ള ബഹുകോശ ജീവികളിൽ പലതരത്തിലുള്ള സെൽസ് ഉണ്ട്, പലതരത്തിലുള്ള കോശങ്ങൾ ഉണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ സെൽ ആൻഡ് റൈറ്റ്. ഓപ്ഷൻസ്, ചീക്ക് സെൽ, നെർവ് സെൽ, ബ്ലഡ് സെൽ, ന്യൂറോൺ. ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന കോശം ഏതിൻ്റെതാണെന്ന് തിരിച്ചറിയുക. ആൻസർ, ബ്ലഡ് സെൽ. ചിത്രത്തിൽ കാണുന്നത് ബ്ലഡ് സെൽ ആണ്. ഐഡന്റിഫൈ ദ സെൽ ആൻഡ് റൈറ്റ്. ചീക്ക് സെൽ, നെർവ് സെൽ, ബ്ലഡ് സെൽ, ന്യൂറോൺ. ഇത് കോശത്തിന്റെ ചിത്രമാണെന്ന് തിരിച്ചറിയുക. ആൻസർ, ചീക്ക് സെൽ. ഈ ചിത്രം കവിൾ കോശത്തിൻ്റെതാണ്. അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ സെൽ ആൻഡ് റൈറ്റ്. ചീക്ക് സെൽ, നെർവ് സെൽ, ബ്ലഡ് സെൽ, ന്യൂറോൺ. ചിത്രത്തിൽ കാണുന്നത് ആദ്യത്തേത് മസിൽ സെല്ലിൻ്റെതാണ്, രണ്ടാമത്തേത് ന്യൂറോൺ ആണ്. വിച്ച് പാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദ സെൽ? ഒരു കോശത്തിൻ്റെ കേന്ദ്രഭാഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് ആൻസർ? ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സെൽ. കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് അഥവാ മർമ്മം. ദ കവറിംഗ് ഓഫ് ദ സെൽ ഈസ് നോൺ ആസ് സെൽ വാൾ, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, ഓൾ ഓഫ് ദി എബോവ്. കോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം ഏത്? ആൻസർ, സെൽ മെംബ്രെയിൻ, കോശസ്തരം. കവറിംഗ് ഓഫ് ദ സെൽ ഈസ് നോൺ ആസ് സെൽ മെംബ്രെയിൻ. ദ മാട്രിക്സ് ഫീൽഡ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ്. കോശത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകത്തെ എന്താണ് വിളിക്കുക? എന്താണ് പറയുന്നത്? ഓപ്ഷൻ, സെൽ മെംബ്രെയിൻ, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, സെൽ വാൾ. സൈറ്റോപ്ലാസം കോശദ്രവ്യം. കോശദ്രവ്യമാണ് കോശത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രാവകം. സൈറ്റോപ്ലാസം. ചീക്ക് സെൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. കവിൾ കോശങ്ങൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. നെർവ് സെൽ, മസ്കുലർ സെൽ, എപ്പിത്തീലിയൽ സെൽ, നൺ ഓഫ് ദി എബോവ്. കവിൾ കോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആവരണ കലകൾ കൊണ്ടാണ്. ഓപ്ഷൻ 3, എപ്പിത്തീലിയൽ സെൽസ്. Cheek cells are made up of epithelial cells. Name the cells that helps gases exchange of leaves. ഇലകളുടെ വാതക വിനിമയത്തിന് സഹായിക്കുന്ന കോശം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഉണ്ട്. നെർവ് സെൽ, ഗാർഡ് സെൽ, മസിൽ സെൽ, ഓൾ ഓഫ് ദി എബോവ്. ഗാർഡ് സെല്ലാണ്, കാവൽ കോശങ്ങൾ. നെയിം ദ പാർട്ട് ഓഫ് ദ സെൽ വിച്ച് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ആനിമൽ സെൽ. ജന്തുകോശത്തിൽ ഇല്ലാത്ത ഭാഗം ഏതാണ് എന്നാണ് ചോദ്യം. സെൽ മെംബ്രെയിൻ, സെൽ വാൾ, സൈറ്റോപ്ലാസം. ഇവയിൽ ഏതാണ് ശരി ഉത്തരം? സെൽ വാൾ.
സെൽ വാൾ പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ. പിക്ക് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് വാക്യൂൾ. വാക്യൂളിനെ പറ്റിയുള്ള തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓപ്ഷൻ, ഇൻ ആനിമൽ സെൽ വാക്യൂൾസ് ആർ ജനറലി സ്മോൾ. ആനിമൽ സെല്ലിൽ വാക്യൂൾസ് ചെറുതാണ്. ഇൻ പ്ലാന്റ് സെൽസ് വാക്യൂൾസ് ആർ ബിഗ്. പ്ലാന്റിൽ വലുതാണ്. ഇൻ പ്ലാന്റ് സെൽസ് മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ്. വാട്ടർ ബാലൻസ് ക്രമീകരിക്കുക എന്നതാണ് പ്ലാന്റ് സെല്ലിൽ ഇതിൻ്റെ ഫംഗ്ഷന്. ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സെൽ. ഇത് സെല്ലിന് പുറത്താണ്. ഇതിലെ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ സെൽ. ഔട്ട്സൈഡാണ് സെല്ലിൻ്റെ ഔട്ട്സൈഡാണ് എന്നുള്ളതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി സെൽ. അതൊരു സെല്ലിൻ്റെ ഭാഗമാണ്. പക്ഷെ പ്ലാന്റ് സെല്ലിൽ വലുതാണ്, ആനിമൽ സെല്ലിൽ ചെറുതാണ്. അടുത്ത ചോദ്യം ഏതാണെന്ന് നോക്കാം. ഗസ് ദ പാർട്ട് ഓഫ് ദ സെൽ. ചില സൂചനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് സെല്ലിൻ്റെ ഭാഗത്തെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓപ്ഷൻ, ഇറ്റ് ഈസ് ഓൺലി സീൻ ഇൻ ദ പ്ലാന്റ് സെൽ. അത് സസ്യകോശത്തിന് മാത്രമേ കാണുന്നുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. അത് ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്നു, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു. അബ്സോർബ്സ് ലൈറ്റ് എനർജി ആൻഡ് കൺവേർട്ട് ഇൻ ടു കെമിക്കൽ എനർജി. സൂര്യപ്രകാശത്തെ സ്വീകരിച്ച് അതിനെ രാസോർജമാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. 6ാം ക്ലാസ്സിലെ പഠന പ്രവർത്തനമായ എല്ലാ വീഡിയോകളും ലഭ്യമാണ്.